രണ്ടാമത്തേത് അദ്കാറു സബാഹി വൽ മസാ, രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകളാണ്. രാവിലെയുള്ള ദിക്ർ ചൊല്ലാൻ ഏറ്റവും നല്ല സമയം സുബ്ഹ് നിസ്കാരത്തിന് ശേഷമാണ്. ഏറ്റവും നല്ല സമയം. ഏതുവരെ രാവിലെയുള്ള ദിക്ർ ചൊല്ലാം? ചില പണ്ഡിതന്മാർ പറഞ്ഞു സബാഹ് എന്ന് പറയുന്നത് അവസാനിക്കുന്നത് സൂര്യന്റെ ഉദയത്തോടു കൂടിയാണ്. മറ്റു ചിലർ പറഞ്ഞു ഇല്ല, ളുഹറിന്റെ സമയം വരെ പകൽ തന്നെയാണ്. ഈ സമയത്ത് ഒരാൾക്ക് ചൊല്ലാം. പ്രത്യേകിച്ച് സ്ഥിരമായി ചൊല്ലുന്ന ഒരാൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു ദിവസം മറന്നുപോയി എങ്കിൽ അവന് ളുഹറിന്റെ സമയം വരെ ചൊല്ലാൻ ഇൻഷാ അള്ളാഹ് അനുവാദമുണ്ട്. സ്ഥിരമായി ചൊല്ലുന്ന ഒരാൾ ഒരു ദിവസം മറന്നുപോയാൽ കുറച്ച് വൈകിയാലും അവൻ ഈ ദിക്ർ നഷ്ടപ്പെടുത്തേണ്ടതില്ല, ചൊല്ലാം. എന്നാൽ ഏറ്റവും നല്ല സമയം ഏതാണ്? ഈ സമയം. വൈകുന്നേരത്തെ ദിക്ർ എപ്പോഴാണ്? വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉലമാക്കൾക്കുണ്ട്. ചിലർ പറഞ്ഞു ളുഹറിന് ശേഷമാണ്. അങ്ങനെ പറഞ്ഞ് ധാരാളം ആളുകളുണ്ട്. വേറെ ചിലർ പറഞ്ഞു അസ്റിന് ശേഷമാണ്, അസ്ർ നിസ്കാരത്തിന് ശേഷമുള്ള സമയമാണ്. വേറെ ചിലർ പറഞ്ഞു മഗ്രിബിന് ശേഷമാണ്. മൂന്ന് അഭിപ്രായങ്ങളുമുണ്ട്. അല്ലാഹു അലം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലുള്ളവർ പറഞ്ഞത് അസ്റിന് ശേഷമുള്ള സമയം ഏറ്റവും യോജിച്ച സമയമാണ്. എന്നാൽ ഒരാൾ എന്തെങ്കിലും തിരക്കുകൾ കാരണത്താൽ ളുഹറിന് ശേഷം ചൊല്ലിയാൽ അൽഹംദുലില്ലാഹ്, അല്ലെങ്കിൽ മഗ്രിബിന് ശേഷത്തേക്ക് വൈകിപ്പിച്ചാൽ അൽഹംദുലില്ലാഹ്, അവൻ ആ ദിക്ർ ചൊല്ലിയതിന്റെ പ്രതിഫലം ഇൻഷാ അല്ലാഹ് ലഭിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയ സമയങ്ങളാണ് ഈ രണ്ട് സമയം. അല്ലാഹു പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല, നിങ്ങൾ രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലണം. നാല് സന്ദർഭങ്ങൾ പറഞ്ഞു. ഒന്ന്, ഉറക്കത്തിൽ എഴുന്നേറ്റാൽ. രണ്ട്, രാവിലെ. മൂന്ന്, വൈകുന്നേരം. നാലാമത്തെ സമയം ഉറങ്ങാൻ കിടക്കുമ്പോഴാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനേകം അദ്കാറുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അദ്കാറുകൾക്കെല്ലാം അവിടുന്ന് അനേകം ശ്രേഷ്ഠതകൾ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉറക്കം സഹോദരങ്ങളെ ചെറിയൊരു മരണമാണ്.